ലൈവിലൂടെ എന്നെ കാണുന്ന, ഓൺലൈനിൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് കർത്താവ് അറിയിക്കുക, നിങ്ങൾക്ക് ദൈവത്തോടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധവും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും വളരെ ആഴത്തിലേക്ക് 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 കടന്നു വരുമെങ്കിൽ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഒരു ബാക്ക് സപ്പോർട്ടും നിന്റെ വീട്ടിലില്ലെങ്കിലും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പിന്തുണകളുമില്ലെങ്കിലും, കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നതുപോലെ നിൽക്കേണ്ടി വന്നാലും നീയേ ജയിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ ജയിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവനെങ്ങും ലജ്ജിച്ചു പോകാൻ ഇടവരുത്താത്തൊരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവനൊരു പരാജയമാകാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ ആരംഭിച്ച യേശുക്രിസ്തു, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച യേശുക്രിസ്തു, പ്രാർത്ഥനയിൽ വ്യഥകളെ വേദനകളെ നേരിട്ട യേശുക്രിസ്തു, ആത്മാവിനെ പ്രാർത്ഥനയിൽ പിതാവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച യേശുക്രിസ്തു, യഹൂദന്മാർ കരുതി, പ്രമാണികൾ കരുതി അവൻ അവസാനിച്ചെന്ന്. പ്രാർത്ഥിച്ചവനെ കല്ലറകൾ ഒതുക്കാൻ കഴിഞ്ഞില്ല. അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു, അവൻ പ്രവർത്തിക്കുന്നു. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നിന്റെ ജീവിതത്തിലൂടെ തിരിച്ചു കൊണ്ടുവരും.